ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങള് അടിപൊളി രണ്ട് വീട് കാണാൻ പോവാണ്. നമ്മുടെ സുഹൃത്തുക്കളെ വീട് തന്നെയാണ്. ശരിക്കും റിസോർട്ടിനെ വെല്ലുന്ന ജാതി വീട് അല്ലേ? അപ്പൊ പറഞ്ഞു കൊടുക്കേ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങള് എന്താ പറയാ, ബാവാന്റെ ഫ്രണ്ട് അസ്കറിന്റെ വീടുണ്ട്. അത് കുടിരിക്കല് കഴിഞ്ഞാണ് പോന്നാണ്. പിന്നെ ആ വീട്ടിൽ പോയിട്ടില്ല. വിളിച്ച് ഞങ്ങളെ മടുത്തിക്കണ്. എപ്പം വയ്യെന്ന് വെച്ച് കണ്ടാലും മോൻ കണ്ടാലും ഊള് കണ്ടാലും വാടി അറിയിച്ച് ഞങ്ങള് പോയിട്ടില്ല. പോവാൻ ഒന്നും ഉണ്ടായിട്ടില്ല, അവിടെ ഇറങ്ങിയിട്ടില്ല. പിന്നെ അവന്റെ അനിയന്റെ വീടിന്റെ കുടിരിക്കല് കഴിഞ്ഞ അത് ഞങ്ങളോട് പറഞ്ഞു. പഞ്ചായത്ത് മെമ്പറാണ്, നമ്മുടെ സഖാവ് കല്ലനംസാക്കന്റെ മകനാണ്, പൊതുപ്രവർത്തകനാണ്. അപ്പൊ അവന്റെ കുടിരിക്കല് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ പോകാൻ പറ്റായില്ല, ഞങ്ങള് മറന്ന്. രാത്രി ലൈവിന്റെ ടൈമില് ആ ലൈവിലൂടെ ആരോ ചോദിച്ചു നിങ്ങൾ ഹൈദറിന്റെ കുടിരിക്കലിന് പോയില്ലേന്ന്. അപ്പോഴാണ് ഞങ്ങൾ ഒന്നും ഹൈദറിന്റെ കുടിരിക്കലല്ലോ. അപ്പൊ ആ വീട് കാണും വേണം. ഇവര് കുടിരിക്കൽ കഴിഞ്ഞിട്ട് അസ്കറിന്റെ വീട്ടിൽ പോയിട്ട് കൊറേ ക്ഷണിച്ചിക്കണ ഞങ്ങളെ. അപ്പൊ അവിടേക്കും പോണം. അപ്പൊ ഈ ഹൈദറിന്റെ വീട് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് കേട്ടാ. അത് നിങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ തീരാൻ നഷ്ടമാണ്. അടിപൊളി വീട്. ഒരു റിസോർട്ട് തന്നെ പറയാം. നമ്മളെ ചാലിപ്പാടത്ത് ഒരു റിസോർട്ട് തന്നെ പറയാം. ചാലിപ്പാടം മൊത്തം വെള്ളമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടണം. ഒരുപാട് വീട് ഉണ്ടാക്കണവർക്ക് വീടിന്റെ പ്ലാന് വരെ പറ്റും. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അതില് പഠിക്കാണ്ട്. ഒരുപാട് സംഭവങ്ങള് ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വീടുണ്ടാക്കണവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആരാണ് ഇതിന്റെ ആരാണ്, കാരണം അത്രയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് പൊളിയായിട്ടാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീടുണ്ടാക്കണവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എന്താന്ന് വെച്ചാല് അതിൽ കുറെ പ്ലാനുകളുണ്ട്. നിങ്ങൾക്ക് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ അടിപൊളിയായിട്ട് അതിന്റെ ഓരോ സംഭവങ്ങളും നമുക്ക് ആശ്ചര്യപ്പെട്ടു പോകും. അപ്പൊ അതിന്റെ മുകൾ ഭാഗത്തൊക്കെ കേറി ഞങ്ങൾ കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിൽ കണ്ടു നോക്കി. അത് ഞങ്ങൾ ആദ്യം അസ്കറിന്റെ വീട്ടിൽ പോണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന്റെ വീട്ടിലും പോണം. അപ്പൊ എങ്ങനെയായാലും എന്താ പറയാ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം. കാണുന്നില്ലെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തുകൊണ്ടിട്ട്, കാരണം ഇത് പല ആളുകൾക്കും ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. എന്താ പറയാ, അത്രക്കും നല്ല ഭംഗിയുള്ള വീടാണ്. അപ്പൊ എന്താ പറയാ, അത്ര തന്നെ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇവിടുന്ന് ഇതും വീടിന്റെ ഒരു സൈഡ് ഫ്രണ്ട് ഭാഗം തന്നെയാണ്. അപ്പുറത്തുള്ള അസ്കറിന്റെ വീട്ടിലാണുള്ളത്. അസ്കർ നമ്മളെ വീഡിയോയിൽ ചില ഷോർട്സിലൊക്കെ അസ്കർ ഉണ്ട്. അപ്പൊ നമ്മളന്ന് കുടിരിക്കൽ കഴിഞ്ഞിട്ടാണ് പോയതാണ്. അന്നാ പോയിന് അതെ സ്വസ്ഥമായിട്ട് ശരിക്കും വീടും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഏതായാലും ഇന്നാണ് ഇപ്പൊ ഇവിടെ വന്നത്. കാരണം ഒന്നും ഉണ്ടായിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ആദ്യം കണ്ടു പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, അതിന് വരാൻ കഴിയൂല. ഏതായാലും വീടും കാര്യങ്ങളൊക്കെ ശരിക്കും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അതെ പാടത്താണ് വീട്. അതെ, പാടത്തിന്റെ ഇവിടെ ചേർന്നിട്ടാണ്. അപ്പൊ പാടൊക്കെ വെള്ളം വന്നിട്ട് ശരിക്കും ഒരു പുഴ പോലെ ആയിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. പ്രത്യേകിച്ച് ഇവിടെ നല്ല നമ്മുടെ ചാലിപ്പാടം എന്ന് പറയും. ഇവിടെ പ്രത്യേക വെള്ളം കയറിയോണ്ട് നിങ്ങൾ വന്നല്ലോ. വരാൻ നിൽക്കുമ്പോഴാണ് എന്റെ ഇത് കണ്ടത്. അപ്പോഴും ടാക്സ് നോക്കിയത്. അപ്പൊ ഏതായാലും ഞാൻ പിന്നാന്ന് പറഞ്ഞേ ആ പാടത്ത് ഇപ്പൊ വെള്ളം ആയിട്ടുണ്ടാവൂലേ, നമുക്ക് പോവേന്നില്ല. മാത്രല്ല നമ്മള് വെള്ളമായിട്ട് വരിക അല്ലെങ്കിൽ വന്നീരാകുമ്പോ മോശല്ലേ. അതുപോലെ എന്താ അപ്പൊ ഏതായാലും അസ്കറിന്റെ അമ്മോനെ എനിക്ക് കാണിച്ചിട്ടില്ല. അവിടുന്ന് അവിടെ വിൽക്കുന്ന ചിലപ്പോ നല്ല പൊത്ത വാങ്ങൊക്കെ ഉണ്ടാവും. ഞാൻ അസ്കറിന്റെ വീട് തുണിയിലൊക്കെ വാങ്ങും. അപ്പൊ ഏതായാലും നമ്മള് അസ്കറിന്റെ വീട്ടിലെത്തി. അസ്കറിന്റെ നമ്മളെ അസ്കറിന്റെ അനിയ സത്യം തന്നെ ഓള് കൊറേ വിളിച്ച് മടുത്തതാണ് വരാൻ പറഞ്ഞാണ്ട്. ഓള് എപ്പ വാട്സപ്പിലാണ് വിളിച്ച് പാടി ചോറുന്നാന്നേ. അപ്പൊ ഏതായാലും ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടുത്തെ ചാലിപ്പാട് എന്ന് പറഞ്ഞാൽ. അത് മഴ ആയി കഴിഞ്ഞാൽ ടോട്ടലി ഇവിടുത്തെ ഭാഗങ്ങൾ വെള്ളമൊക്കെ വന്ന് നിന്നിട്ട് നല്ല ഭംഗിയാണ്. ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞു ചാലിപ്പാടത്ത് വെള്ളം നമുക്ക് ഒരു പോയൊക്കെ ഇവിടെ വെള്ളത്തിൽ ചാടാനൊക്കെ പോകുന്നുണ്ട്. അതിന് ഡ്രസ്സൊക്കെ എടുത്തില്ലേ? കറുത്ത വണ്ടി അന്നെ തന്നെയാ. അപ്പൊ ഏതായാലും ഈ വീഡിയോ എന്ന് വെച്ചാല് അസ്കറിന്റെ വീട് മനോഹരമായ ഈ ചാലിപ്പാടത്തിന്റെ ഭാഗങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണം. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല വൈബാണ് ഇവിടെ കാണാൻ. എന്തായാലും വീഡിയോയിലേക്ക് നമ്മളൊന്ന് പോയൊക്കെ ചാനൽ ആദ്യമായിട്ട് കാണാറ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യല്ലേ, ബെൽ ബട്ടൺ അമർത്തുക.
ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഇറക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ അസ്കറിന്റെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടാ. കണ്ടില്ലേ നിങ്ങള്? അസ്കറിന്റെ വീട് കുടിരിക്കലിന് വന്നിട്ട് പോയതാണ്. അപ്പൊ വീടൊന്നും ടോട്ടൽ അന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, തിരക്കൊക്കെ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ലിവിങ്ങിക്കാണ് കയറി. നല്ല അടിപൊളിയായിട്ട് സോഫ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ മഴ കാരണം ഡ്രസ്സെല്ലാം പുറത്തിടേണ്ട ബുദ്ധിമുട്ടുണ്ട്. കുറച്ചൊക്കെ ഡ്രസ്സ് അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നാലും അടിപൊളിയാണ്. നല്ല എകർത്തി നല്ല ഹൈറ്റിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഡൈനിങ് ഹാളിന്ന്. നേരെ പോയി ഇവിടെ അടിപൊളി ബെഡ്റൂം ആട്ടാ. നല്ല അടിപൊളിയായിട്ട് ഏസൊക്കെ വെച്ച് കേട്ടാ. അടിപൊളി വേസ് തന്നെയാണ്. അടുക്കളയിൽ അവിടെ തകൃതിയായിട്ട് ഓരോ പണിയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് ആരും പോണില്ല. അടുക്കളുടെ കാര്യമൊന്നും പറയാനില്ല. മാഷാ അല്ലാഹ് അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് ചായ കുടിക്കണേ അല്ലേ? ഇവിടെ രണ്ടാം കൂടെ കണ്ടിരുന്നു കേട്ടാ. അപ്പോ പോയിട്ട് പ്രത്യേക അതിഥിനുണ്ട്. ആളെ കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു പ്രത്യേക അതിഥിയാണ്. സ്പെഷ്യലി എങ്ങനെ ആള് ക്യാമറ കണ്ട് ഓടിയിട്ടാ. ഇവിടെ വാടാ പറ്റൂല, വീഡിയോ എടുത്തിട്ടാണ് ഓടുന്നത്. അപ്പൊ അസ്കറിന്റെ വീടിന്റെ സൈഡിൽ ഇങ്ങനെ നോക്കി നിങ്ങൾ കണ്ടില്ലേ? എന്താ ഭംഗി, മനസ്സിലായി? ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇവിടുന്നും ഇതും വീടിന്റെ ഒരു സൈഡ് ഫ്രണ്ട് ഭാഗം തന്നെയാണ്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും സീറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ കണ്ടില്ലേ? ഇല്ലാണോ? ഇവിടെ ഒരു അടിപൊളി പഠിപ്പൂരുണ്ട് കേട്ടാ. അപ്പൊ ഇതിന്റെ ഒരു ഭംഗി പ്രത്യേക രസമുണ്ട്. രണ്ട് സൈഡൊന്നും സീറ്റ് ഔട്ട് ഉണ്ട് കേട്ടാ. ഇവിടെയും സിറ്റ് ഔട്ടാണ്, അങ്ങേപ്പുറം സിറ്റ് ഔട്ടാണ്. കുടിരിക്കലിന് വരാൻ പറ്റിയിട്ടില്ല. ഞാൻ അതിന്റെ ആ ബാൽക്കണിയിൽ കേറിയിട്ട് ഈ ഫുള്ള് ഭാഗം കാണിച്ചു രസമുണ്ടാവും. നല്ല രസമുണ്ട്. നോക്ക്, എന്റെ കുടിരിക്കൽ ഞങ്ങൾ മറന്നടാ. ഞങ്ങൾക്ക് അന്തിക്ക് ഓർമ്മ വന്നത് അല്ല വന്നാ ഇതന്റെ കുടിരിക്കലല്ല പറഞ്ഞു. ഇതിന്റെ കവാടല്ലേ എന്റെ മോനെ? ഇതാ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. മാഷാ അല്ലാഹ്. ഞങ്ങൾ വന്നപ്പോഴാണ് അവർക്ക് വെയിറ്റ് ചെയ്യുന്നത്. അല്ലല്ല, ഞാൻ അപ്പൊ തന്നെ പറഞ്ഞേ. പെട്ടെന്ന് പോയി വാ. ഞാൻ 5 മണിക്ക് പോകുന്ന അവര് പറഞ്ഞത്. അപ്പം പറഞ്ഞ 4 മണിക്ക് മുന്നേ വരാന്ന് പറഞ്ഞു. അപ്പൊ അത് അതല്ല, ഇപ്പൊ നമ്മള് ആറ്റുവരി വന്നപ്പോ പോകാൻ പോകുന്നുണ്ടല്ലോ. ഇതാണ് അവസ്ഥ. പറയണപ്പോ തന്നെ ഞാൻ അപ്പൊ വിളിച്ചല്ലേ. ഞാൻ 2 മണിക്ക് എന്ത് 6 മണിയൊക്കെ ഇതൊക്കെ പാർത്തി ഇറങ്ങട്ടെ എന്നോട്. എന്നായിക്കോട്ടെ, ഞങ്ങൾ പോണ്. അല്ലല്ല, ഞങ്ങൾ ഇങ്ങനെ പോകും. ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഇങ്ങനെ കേറാൻ പോണ്. രാത്രിയാണ് കണ്ടത്. അതെ, അപ്പൊ ഏതായാലും പോയി നോക്കട്ടാ. ഈ ഭാഗത്തും ആ ഭാഗത്തും 2 സീറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ അതിന്. ഇവിടെ അടിപൊളിയായിട്ട് നല്ലൊരു ലിവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഊഞ്ഞാലുണ്ട്. നാളെ ഊഞ്ഞാലിരുന്നോ? അപ്പൊ കണ്ടില്ലേ? അടിപൊളിയുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് TV ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? പിന്നെ ഡൈനിങ് ഹാളിൻ്റെ കാര്യമൊന്നും പറയണ്ട. നല്ല ഡൈനിങ് ടേബിൾ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ടുണ്ട്. ഇതിനോട് അനുയോജ്യമായ രീതിയിൽ തന്നെ നല്ലൊരു സ്റ്റെയർ കേസ് മേലേക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലേ?
അപ്പൊ ഞാൻ അതിൽ സൂപ്പർ. അപ്പൊ ഇവിടെ മനോഹരമായ രീതിയിൽ ഒരു ബെഡ്റൂം കാണാൻ പറ്റൂല. അടിപൊളിയാണ്. ഡ്രസ്സിംഗ് റൂം, അത് അലമാറ, ബാത്റൂം കോമൺ അറ്റാച്ച്ഡ് ആണ്. പിന്നെ വേസ്റ്റ് കണ്ടില്ലേ നിങ്ങള്? രസമല്ലേ? അപ്പൊ ഡൈനിങ് ഹാളിൽ തന്നെ മനോഹരമായ രീതിയിൽ ലിവിങ്, സോഫ, കാര്യങ്ങള്, ഊഞ്ഞാലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂം. രസമുണ്ടാവും. ഇവിടെ കോമൺ ബാത്റൂം, കിച്ചണ് ഇതാ. മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. അടിപൊളി. ശരിക്കും മാഷാ അല്ലാഹ് പന്ത് കളിക്കാനുള്ള ശരിയാണ്. നല്ല ഇഷ്ടമാക്കി. ഭക്ഷണം കഴിക്കാൻ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. സൂപ്പർ അടുക്കള. അടുക്കളയിൽ ഇരുന്നിട്ട് സ്ത്രീകൾക്കൊന്നും അങ്ങോട്ട് പോകേണ്ട കാര്യം തന്നെയില്ല. സാധാ അടുപ്പില്ലട്ടാ, അതിന് പകരം ഈ അടുപ്പ് സെറ്റ് ചെയ്താണ് ഇവിടെ. അടുപ്പ് ഇവിടെ തന്നെ പെർമനന്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തതാണ്. സാധാ വിറകടുപ്പിലില്ല. അതുകൊണ്ട് തന്നെ പുകയും കാര്യങ്ങളൊന്നും നല്ല ഭംഗിയായിട്ട് ഇന്നും വൃത്തിയായിട്ട് നമുക്ക് ഉണ്ടാക്കണട്ടാ. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ ഇതിന്റെ വാഷിങ് കാര്യങ്ങള് അല്ലെ, ഫോട്ടോ വാഷിങ് കാര്യങ്ങളൊക്കെ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഭംഗിയുണ്ട്. ലൈറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. രസമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് പോവാ. സൂപ്പറാണ്. മാഷാ അല്ലാഹ്. അടിപൊളിയാണ്. ഇവിടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. മോട്ടറാണത്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഏത് റിസോർട്ട് പോയാലും ഈ ഭംഗി കിട്ടൂല. മനസ്സിലായോ? മാഷാ അല്ലാഹ്. അതെ, സൂപ്പർ. അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നു. സ്ഥലം കിട്ടിയ വാങ്ങിക്കോട്ടെ നമ്മളെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഡോറ് ലോക്ക് ആയതുകൊണ്ട് ഈ ബാൽക്കണി നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടാ. അടിപൊളിയാണ്. കുറേ നമ്മൾ തുറക്കും. ഈ ബാൽക്കണി നല്ല ഭംഗിയായ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഈ ബെഡ്റൂമൊക്കെ ഒന്ന് പോയി നോക്കാം. എന്നാ ഇത് തുറന്നിട്ട് കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസം. വെയിലാണെച്ചിട്ടൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ താഴത്തേക്ക് പോലെ നല്ല രസമുണ്ടല്ലേ. നല്ല അടിപൊളി ബാത്റൂം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 സൈഡും സീറ്റ് ഔട്ട് ഉണ്ട്. അത് നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ഇതിൽ കൂടിയാണ് നമ്മൾ കയറി വരിക ഈ സൈഡിലേക്ക്. അപ്പം ഇങ്ങനെ വന്ന് ഹോള്, ലിവിങ് കാര്യങ്ങൾ, ബെഡ്റൂം, അടുക്കള, അതുപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റെയർ കേസ്, അല്ല ഉയർച്ചയൊന്നും ഇല്ലാത്ത ആർക്കും കയറാൻ പറ്റിയ സ്റ്റെയർ കേസാണ്. ഇവിടെ സോഫ. അപ്പോൾ ഇങ്ങനെ പോയ വീണ്ടും ഇവിടെ ഒരു സീറ്റ് ഔട്ടാണ്. അടിപൊളി വിശാലമായ ഒരു സീറ്റ് ഔട്ടാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ നിങ്ങൾ? അപ്പം 2 സൈഡും 2 ഭാഗത്തു നിന്നും കയറാൻ പറ്റിയ രീതിയിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അടിപൊളി TV, ഫോട്ടോസ്. ഇതാണ് ഈ വീടിൻ്റെ ആൾട്ടാ. ഇങ്ങനത്തെ വീട് തേടി നടക്കുന്നതാണ്. കിട്ടി കിട്ടി, ഇനി പോയിട്ട് കാര്യമില്ല. കിട്ടി കിട്ടി കിട്ടി. എന്താ രസമല്ല ഇവിടെ നോക്കുമ്പോ. ഞാൻ കിട്ടിയതാ. നല്ല രസമുണ്ട്.
കഴിഞ്ഞോട്ടെ എന്നാ നമുക്ക് പോവാം. രസാണ് പറയാ കാണാൻ, മഴയും ഇതും കൂടി കാണാൻ. ശരിക്കും ഒരു ഈ ജലദോഷം പനിയൊക്കെ പിടിക്കും. അപ്പൊ നിങ്ങളെ ഈ ഭാഗങ്ങളൊക്കെ നല്ല ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നില്ലേ? എന്താണ് ഭംഗി എന്ന് പറയുന്നത്. ഒരു റിസോർട്ടിലും സ്വിമ്മിംഗ് പൂളിലൊക്കെ അല്ലേ ഒരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്. അപ്പൊ ഇതാണ് ശരിക്കും റിസോർട്ട് അല്ലേ? അപ്പൊ നമ്മള് പോവാ. കുട്ടികൾക്ക് പിന്നെ അടിച്ചു പൊളിച്ച് കുട്ടികൾ നല്ല കുട്ടികൾക്ക് ശരിക്കും ₹1 ചെലവില്ലാതെ നല്ല അടി പൊളിച്ച് അസ്കറിന്റെ ഹൈദറിന്റെ വീട്ടിൽ വന്നിട്ട് അല്ലേ? അതെ, റിസോർട്ടിൽ അത് കളിച്ചാനായില്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ആണ്ട് ഷെയർ ചെയ്താൽ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുകയും പിന്നെന്താ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലേ? ഈ വീഡിയോ എത്രയല്ലേ ഉള്ളൂ? ഇത് അസ്കറിന്റെ മോനാണ്ടത്. പോവാ. നല്ല കാപ്പി ഈ വീടിന്റെ ഇങ്ങേപ്പുറത്തെ കൊലായി ഇട്ടത് അടിപൊളിയാണല്ലേ? ചെടികളൊക്കെ വെച്ച് സൂപ്പർ ആക്കണം. അപ്പൊ ആ പാടത്ത് കൂടിയും വരാം, ഇതിൽ കൂടിയും വരാം. ഇത് ഒരു അനിയന്റെ വീടാണ്, അസ്കറിന്റെ തറവാട്. ഇതിൽ കൂടിയാണ് ഇപ്പൊ നമ്മള് വന്നത്. നമ്മളെ വണ്ടി ഇതാ പാത്തുമ്മ ഓടി കളിച്ചിട്ട്. പാത്തുമ്മാന്റെ ഫ്രണ്ടാണിത്, അസ്കറിന്റെ മോള്. ഉണ്ടാ ആയിക്കോട്ടെ. ഇത് ഷിയാസ്, ഇത് പൊന്നൂന്റെ ഫ്രണ്ട്. ഇത് മാറണ്ട പെൺകുട്ടിയാടാ. ഇപ്പൊ ഞങ്ങള് പോവട്ടാ. അപ്പൊ ഇത് കണ്ടില്ലെങ്കിലും മഴ തകർച്ചയായിട്ട് പെയ്തോണ്ടൊക്കെയാണ്. അടിപൊളിയാണ് ശരിക്കും. ഒരു പറഞ്ഞോളി. അപ്പൊ മഴ അടിപൊളിയായി പെരുമഴ പെയ്തോണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങള് അപ്പൊ അസ്കറിന്റെ ഹൈദറിന്റെ വീട്ടിൽ വന്ന അൽഹംദുലില്ലാഹ് നല്ല ഹാപ്പിയാണ്. ഇനി പറഞ്ഞ മാതിരി വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കും. നാളെ പുതിയ വീഡിയോ വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ.